ഓക്കെ, ഹലോ ഗൈസ്, കുറെ കാലമായില്ലേ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഇതൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇതാണ് ആ പ്രോഡക്റ്റ്, ഒരു മൗസ്. സംഭവം കാണുമ്പോൾ നമ്മുടെ ലോഗിടെക്കിന്റെ 10,000 രൂപ വിലയുള്ള എക്സം മാസ്റ്റർ മൗസ് പോലെ തോന്നുമെങ്കിലും ഇത് ശരിക്കും കോപ്പിയാണ്, നല്ല പക്കാ കോപ്പി. പക്ഷേ കോപ്പി ചെയ്തിരിക്കുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ആംകറ്റ് എന്ന ബ്രാൻഡിന്റെ നല്ല കിഡിലും മൗസ് ആണ് സാധനം. ഇത് ആംകറ്റിന്റെ എക്സസ് ഫ്ലോ എന്ന് പറഞ്ഞൊരു ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൗസ് ആണെന്ന് ഞാൻ പറയും. കാരണം ഇതിന്റെ അകത്തുള്ള ഒരു മെയിൻ ഫീച്ചർ അതാണ് ഈ ഒരു മൗസ് വാങ്ങാനുള്ള മെയിൻ റീസൺ തന്നെ. വേറൊന്നല്ല, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം ലൈന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് ടൈം ലൈന് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി ഈ ഹൊറിസോണ്ടൽ സ്ക്രോളിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അത് നമുക്ക് മസ്റ്റാണ്. അത് നമ്മൾ എഡിറ്റിംഗ് സ്മൂത്ത് ആക്കും, അത് തന്നെ ഫാസ്റ്റർ ആവും. നോർമലി എല്ലാ മൗസിലും വെർട്ടിക്കൽ സ്ക്രോളിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു മൗസിൽ നമുക്ക് ഹൊറിസോണ്ടൽ സ്ക്രോളിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ മൗസിലും ഉണ്ടാകുന്ന ഒരു ബാക്ക് ബട്ടൺ, ഫ്രണ്ട് ബട്ടൺ കൂടെ, അതായത് നമ്മൾ ബ്രൗസറിലൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുറകിലോട്ട് പേജിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ സ്ക്രോളിന്റെ തൊട്ട് താഴെയായിട്ട്. പിന്നെ ഇതിനൊരു മെയിൻ ഫീച്ചർ നമ്മൾ ലോഗിടെക് എക്സം മാസ്റ്ററിന്റെ അകത്ത് പോലും ഇല്ലാത്ത ഒരു ഫീച്ചർ ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ അകത്ത് ലൈറ്റ് കത്തും, നല്ല ആംബിയന്റ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് RGB ആണ്, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. 7 മോഡ്സ് ഇതിൻ്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കണ്ണിൽ കുത്തുന്ന ടൈപ്പ് ലൈറ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ആംബിയൻ ലൈറ്റിംഗ് ആണ്. ജസ്റ്റ് ഒരു ലൈന് പോകുന്ന പോലെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീൽ ചെയ്യാൻ നമുക്ക് കിട്ടും. പിന്നെ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കൈക്ക് ഇത് മാച്ച് ആവും നോക്കണം. കാരണം നോർമൽ ഒരു മൗസിനേക്കാൾ കുറച്ച് സൈസ് കൂടുതലാണ് ഈ സാധനത്തിന്. സാധനം ഒറ്റ നോട്ടത്തിൽ സൂപ്പറാണ്, നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ്. നമ്മുടെ കൈ കംപ്ലീറ്റ് ഇതിന് റെസ്റ്റ് ചെയ്യും. പിന്നെ ബട്ടൺസ് ഒക്കെ എല്ലാം ഫിംഗേഴ്സിന് തൊട്ടടുത്ത് തന്നെയാണ്, നമ്മൾ ഏന്തിപ്പോയി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വയറും സാമഗ്രികളൊക്കെ 1 വർഷത്തെ വാറണ്ടി, 1.5 വർഷത്തെ വാറണ്ടി ഉണ്ട് ഇതിന്. താഴെ ഓൺ ഓഫ് ഉള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ മൗസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മൗസിൻ്റെ അകത്ത് ഇൻഫ്രാറെഡ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ മൗസിലൊക്കെ റെഡ് LED ആയിരിക്കും, അതൊന്നും സ്മൂത്ത് ആയുള്ള സർഫസിലൊന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. പിന്നെ അടിയിലായിട്ട് ഈ ഡോങ്കിൾ വെക്കാനുള്ള ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡോങ്കിൾ കാണാൻ അത്ര ഭംഗിയില്ല. ഈ തം ഫിംഗർ വെക്കുന്ന സൈഡിൽ തന്നെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഹോം സ്ക്രീൻ, നമ്മുടെ ലാപ്പിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹോം സ്ക്രീനിലോട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പ്രസ് ചെയ്താൽ ഞാൻ കണ്ടില്ലേ ഹോം സ്ക്രീൻ എത്തി. നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയില്ല, ഹോം സ്ക്രീൻ എത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ തിരിച്ചു വരും. പിന്നെ ഈ ഒരു മൗസിന്റെ മറ്റൊരു ഫീച്ചറാണ് അറ്റ് ടൈം നിങ്ങൾക്ക് 4 ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് വഴി 3 ഉണ്ടാവും, പിന്നെ ഒരു ഡോങ്കിൾ വഴി 1. അത് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ടോപ്പിലൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസിലി എല്ലാം തമ്മിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. സൂപ്പർ സാധനം, നല്ല യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ വാങ്ങിക്കാൻ വരട്ടെ, ഇത് ഗെയിമേഴ്സിന് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. കാരണം ഇതിൻ്റെ അകത്ത് 3200 DPI മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ക്യാഷ്വൽ യൂസിനൊക്കെ പെർഫെക്റ്റ് ഓക്കെയാണ്. പക്ഷേ ഗെയിമിംഗ് സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ 4000-5000 DPI ഒക്കെ ആവശ്യം വരും. പക്ഷേ അതൊന്നും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നോർമലി എല്ലാ മൗസിലും ഉണ്ടാകുന്ന ലെഫ്റ്റ് ക്ലിക്കും റൈറ്റ് ക്ലിക്കും നല്ല സൈലന്റ് ആണ്. പിന്നെ സ്ക്രോളിങ്ങിൻ്റെ അടിയിൽ ഒരു ബട്ടണും എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ട് ആണ്. നമ്മുടെ വിരൽ കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ബിൽഡിലാണ് വരുന്നത്. ഹോൾഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി വലുതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ച് സൂപ്പർ സാധനം. ഇനി ഇതിൻ്റെ ബാറ്ററി കാര്യം നോക്കുവാണെങ്കിൽ 600 mAh ഒരു റീചാർജബിൾ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ലൈറ്റ് ഓൺ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 45 മണിക്കൂറും, ഓഫ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 100 മണിക്കൂറും യൂസ് ചെയ്യാൻ പറ്റും. സാധനം അടിപൊളിയാണ്. നല്ല ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൗസ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓഫീസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബോസൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഹോം സ്ക്രീനിലോട്ട് പോയി. നല്ല കീഴിലുള്ള ഫീച്ചറാണ്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.